ഇതെങ്ങനെ ഇത് സംഭവിച്ചു? ദൈവത്താൽ നിയോഗിക്കപ്പെട്ട് നടത്തുന്ന വിവാഹങ്ങളുടെ ബ്യൂട്ടി എങ്ങനെ ആയിരിക്കണം? ഞാൻ സാധാരണ പറയും, അറേഞ്ച്ഡ് മാരേജോ ലവ് മാരേജോ രജിസ്റ്റേർഡ് മാരേജോ അല്ല ദൈവത്തിൻ്റെ പദ്ധതി. ദൈവത്തിൻ്റെ പദ്ധതി ഗോഡ് ഓർഡൈൻഡ് വെഡ്ഡിങ്സ്, ദൈവത്താൽ നിയോഗിക്കപ്പെട്ട വിവാഹങ്ങൾ. The Holy Spirit was speaking to us from the prophetical book of Haggai chapter 2 and verse number 19, the second part. From this day onwards I will bless you. ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. അപ്പോൾ നമ്മൾ ചോദിക്കും, പാസ്റ്റർ, അപ്പോൾ ഇത്രയും ദിവസം ദൈവം നമ്മെ അനുഗ്രഹിച്ചില്ലേ? Every concept, every word in the Bible has a pretext to it. And Haggai chapter 2 is a beautiful chapter which talks about the glory of God. ദൈവ മഹത്വത്തെക്കുറിച്ച് പറയുന്ന ചാപ്റ്ററാണ് ഹഗായി. ഹഗായി 2:7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഹഗായി is prophetically speaking about the church, the temple of God which will be built by Zerubbabel and team. ഹഗായി പറയുന്നൊരു പ്രവചനമുണ്ട്, മുൻപിലത്തെ മഹത്വത്തെക്കാൾ പിൻപിലത്തെ മഹത്വം, it will be greater. The latter glory of this temple shall be greater than the former glory. How is God's glory related to family? When you read Genesis chapter 2 and verse number 8, ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം, ഇംഗ്ലീഷിലും മലയാളത്തിലും ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, God created a garden in Eden. ഏദേനിൽ ദൈവം ഒരു തോട്ടത്തെ ഉണ്ടാക്കി. ഞാനൊക്കെ ചെറുപ്പത്തിൽ കേൾക്കുമ്പോഴും, എൻ്റെ ഡാഡി ഒരു പാസ്റ്റർ ആയതുകൊണ്ട് അന്നത്തെ പാസ്റ്റേഴ്സ് എല്ലാം പ്രസംഗിക്കുന്നത് ഏതേൻ തോട്ടത്തെ ദൈവം ഉണ്ടാക്കിയെന്നാണ്. ഏതേൻ തോട്ടത്തെ ദൈവം ഉണ്ടാക്കിയെന്നല്ല, ഏതേനിൽ ദൈവം ഒരു തോട്ടത്തെ ഉണ്ടാക്കി. ട്രിവാൻഡ്രത്തെ ഉണ്ടാക്കിയെന്നല്ല ദൈവം പറയുന്നത്, ട്രിവാൻഡ്രത്തിൽ ഒരു വിവാഹം നടക്കുന്നു. സോ ഏതേൻ, ദ വേർഡ് ഏതേൻ, ബൈബിൾ ആർക്കിയോളജിസ്റ്റുമാർക്ക് ഇന്നുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ഏതേൻ എവിടെയാണ്. ഏതേൻ എന്ന വേർഡിൻ്റെ ഹീബ്രുവിൻ്റെ അർത്ഥം പഠിച്ചു വന്നാൽ ബൈബിൾ ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് അതിനെ പറയുന്നത്, the beauty of the perfection of unity. That was the word, the beauty of perfection of unity. ഒരുമയുടെ പെർഫെക്ഷൻ, അതിൻ്റെ സമ്പൂർണതയുടെ സൗന്ദര്യം. പിതാവായ ദൈവം, പുത്രനായ യേശു ക്രിസ്തു, പരിശുദ്ധാത്മാവാം ദൈവം, അവർ തമ്മിൽ വേർപിരിയാൻ കഴിയാത്ത നിലവാരത്തിലുള്ള ആ വലിയ ഒരുമയുടെ സമ്പൂർണതയുടെ സൗന്ദര്യമാണ് ഏതേൻ. ഇന്നത്തെ ഇംഗ്ലീഷ് വേർഡിൽ പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഹൈ അറ്റ്മോസ്ഫിയർ ഓഫ് ഗാഡ്സ് ഗ്ലോറി. ദൈവ മഹത്വത്തിൻ്റെ അകത്താണ് ദൈവം ഏതേൻ തോട്ടത്തിലേക്ക് ആദ്യം ആദാമിനെ കൊണ്ടുവന്ന് വെക്കുന്നത്. ക്രിയേറ്റ് ചെയ്യപ്പെട്ട പുറത്താണെങ്കിലും അദ്ദേഹത്തെ കൊണ്ടുവയ്ക്കുന്നത് ഏതേനിൽ തോട്ടത്തിൻ്റെ അകത്ത്. ആ ഗ്ലോറി റലത്തിൻ്റെ അകത്താണ് ഔവയെ സൃഷ്ടിച്ചത്. ഞാൻ എപ്പോഴും സഹോദരിമാരോട് പറയും, നിങ്ങൾക്കുള്ള ഫിസിക്കൽ ബ്യൂട്ടിയെക്കാളും നിങ്ങൾ മാത്രമാണ് ഈ ഭൂമിയിലുള്ള ഏറ്റവും പ്രത്യേകത ഉള്ള ഒരു സ്പെഷ്യൽ സ്പീഷീസ്. ഞങ്ങളെയും ബാക്കി അനിമൽസിനെല്ലാം ഗ്ലോറിക്ക് പുറത്ത് സൃഷ്ടിച്ചപ്പോൾ സ്ത്രീയെ മാത്രം ദൈവം മഹത്വത്തിൻ്റെ അന്തരീക്ഷത്തിൽ സൃഷ്ടിച്ചു. Which means there is a high system that God wants in the family life. When a wife comes into a man's life, you're just not coming as a physical person, you are being a channel of bringing the completeness of the glory of God into a man's life. അതുകൊണ്ടാണ് ഹഗ്ഗായി പറഞ്ഞത്, from this day onwards I will bless you. ഈ മഹത്വത്തിൻ്റെ അന്തരീക്ഷത്തിൻ്റെ അകത്താണ് ദൈവം ഫാമിലിയെ സസ്റ്റെയിൻ ചെയ്തത്. ഒരു മത്സ്യത്തിന് വെള്ളമില്ലെങ്കിൽ, ഇഫ് ദർ ഇസ് നോ വാട്ടർ ദ ഫിഷ് വിൽ ഡൈ. ഇഫ് ദർ ഇസ് നോ ലാൻഡ് എ ലയൺ കനോട്ട് ലീവ് എന്നതുപോലെ മഹത്വവും ദൈവ സാന്നിധ്യവും ഇല്ലെങ്കിൽ നമ്മുടെ വിവാഹം ഇതുപോലെ എത്ര നല്ല ഓഡിറ്റോറിയത്തിൽ നടത്തിയാലും, എത്ര നല്ല ലൈറ്റും സൗണ്ടും ഉണ്ടെങ്കിലും, എത്ര നല്ല വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ആൽബം വന്നാലും, ഇഫ് ദ പ്രസൻസ് ഓഫ് ഗാഡ് ഇസ് നോട്ട് ദെയർ, അത് ബ്യൂട്ടിഫുൾ ആകത്തില്ല. ബട്ട് ഐ പ്രേ ഇൻ ദ നെയിം ഓഫ് ജീസസ്, നോട്ട് എനി ബ്യൂട്ടി ഓഫ് ദി എക്സ്റ്റേണൽ തിങ്സ് വിച്ച് ആർ ഹാപ്പനിങ് ആൻഡ് സേയിങ്, ഓ നല്ല ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു, നല്ല വേർഷിപ്പ് ആയിരുന്നു, എല്ലാം നല്ലതായിട്ട് പാസ്റ്റർ ലീഡ് ചെയ്യുന്നത്. പക്ഷെ ഇതെല്ലാം നമ്മൾ നാളെ മറന്നു പോകും. ഇതിനേക്കാളും നല്ലത് ഇനി അടുത്ത ദിവസങ്ങളിൽ വരും. പക്ഷെ ദൈവത്തിൻ്റെ മഹത്വത്താൽ നിങ്ങളുടെ കുടുംബം നിറഞ്ഞിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹഗ്ഗായി പ്രവചിച്ചു പറഞ്ഞത് ഇങ്ങനെയാണ്, മുൻപിലത്തെ മഹത്വത്തെക്കാളും പിൻപിലത്തെ ദൈവാലയത്തിൽ മഹത്വം വലുതായിരിക്കും. He was comparing it with the Solomon's temple. Solomon's temple വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. അവർ ആരാധിച്ചു കൊണ്ടിരുന്നപ്പോൾ തന്നെ സ്വർഗത്തിൽ നിന്നും തീയിറങ്ങി, സ്വർഗത്തിൽ നിന്നും മേഘമിറങ്ങി, ഗ്ലോറി മാനിഫെസ്റ്റ് ചെയ്തു. പക്ഷേ ഈ രണ്ടാമത്തെ ആലയം അവർ പണിത് കഴിഞ്ഞിട്ടും ഹഗ്ഗായിയുടെ പ്രവചനം നിവർത്തീകരിക്കപ്പെട്ടില്ല. സ്വർഗത്തിൽ നിന്നും തീ വന്നില്ല,
ദൈവമഹത്വം വന്നില്ല. അവർക്ക് വലിയ സങ്കടമായി. ദ ബൈബിൾ സേസ് പീപ്പിൾ ക്രൈഡ്, ആളുകൾ കരഞ്ഞു എന്നുള്ളത്. പക്ഷെ ഹഗായിയുടെ പ്രവചനം കള്ളപ്രവചനമല്ലായിരുന്നു. അത് നിവർത്തിക്കാതെ പോയുമില്ല. നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം. ഹോശന്ന ഞായറാഴ്ചയുടെ അന്ന് ഒരിക്കൽ കർത്താവായ യേശു ക്രിസ്തു യെരുശലേമിലേക്ക് നടന്നു നീങ്ങിയപ്പോൾ ദാവീദിന്റെ പ്രവചനങ്ങൾ നിവർത്തീകരിക്കാൻ തുടങ്ങി. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവേൻ, പണ്ടേയുള്ള കതകുകളെ നിങ്ങളുടെ തലകൾ ഉയർന്നിരിപ്പേൻ. മഹത്വത്തിൻ്റെ രാജാവ് ഈ ആലയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ശലോമോന്റെ ആലയത്തിൽ ഫിസിക്കൽ അപ്പിയറൻസിൽ ഗ്ലോറി മാനിഫെസ്റ്റ് ചെയ്തെങ്കിൽ, ന്യൂ ടെസ്റ്റ്മെന്റ് ചർച്ചിന്റെ ബ്യൂട്ടി ജീസസ് എന്ന പേഴ്സൺ നിങ്ങളുടെ ഫാമിലിയിലേക്ക് വരുമ്പോഴാണ്. മഹത്വത്തിന്റെ രാജാവാകുന്ന യേശു വരുമ്പോഴാണ് നിങ്ങളുടെ കുടുംബം ബ്യൂട്ടിഫുൾ ആകുന്നത്. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നപ്പോൾ ആദ്യം ശുശ്രൂഷയുടെ ബ്യൂട്ടി മാനിഫെസ്റ്റ് ചെയ്യുന്നത് ഒരു വിവാഹ ജീവിതത്തിന്റെ അകത്തായിരുന്നു. നമുക്ക് ഒത്തിരി പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലും ഐ ജസ്റ്റ് വോണ്ട് ടു ടച്ച് ദാറ്റ് വേർഡ് ഗ്ലോറി. ബൈബിൾ പറയുന്നു, ഹി മാനിഫെസ്റ്റഡ് ഹിസ് ഗ്ലോറി ഇൻ ദ വെഡിങ്. നിങ്ങളുടെ വെഡിങ്ങിന്റെ ബ്യൂട്ടി, ഓക്കെ, നല്ല ജോലി നിങ്ങൾക്ക് രണ്ടുപേർക്കുമുണ്ട്. വി റിയലി താങ്ക് ഗോഡ് ഫോർ ഇറ്റ്. ഒരാൾക്ക് സ്കോട്ട്ലൻഡ് ലീഡറാണ്, ദി അതർ പേഴ്സൺ ഇസ് ഇൻ ബാംഗ്ലൂർ വർക്കിംഗ് വിത്ത് എൻ IT കമ്പനി. വി റിയലി താങ്ക് ഗോഡ്. പക്ഷെ അതൊന്നും നിങ്ങളുടെ ബ്യൂട്ടി അല്ല. അതൊന്നും നമ്മുടെ റിയൽ ബ്യൂട്ടി അല്ല. നിങ്ങളുടെ റിയൽ ബ്യൂട്ടി എന്ന് പറയുന്നത്, കാരണം 60 വയസ്സാകുമ്പോൾ റിട്ടയർ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ചിലപ്പോൾ സ്കോട്ട്ലൻഡ് ലീഡറായി എനിക്കറിയത്തില്ല 45 വയസ്സിൽ റിട്ടയർ ചെയ്യേണ്ടി വരുമായിരിക്കും. അപ്പോൾ ബ്യൂട്ടി നഷ്ടപ്പെടുമോ? റിയൽ ബ്യൂട്ടി നിങ്ങളുടെ കൂടെ ഇന്ന് ആരംഭിക്കുന്ന ഈ കുടുംബ ജീവിതത്തിൻ്റെ അകത്ത് നമ്മളെക്കാളും അധികം സൗന്ദര്യമുള്ള, 10,000ങ്ങളിൽ സുന്ദരനായിരിക്കുന്നത്, ലില്ലി ഓഫ് ദ വാലീസ് ആയിരിക്കുന്നത്, മോസ്റ്റ് ബ്യൂട്ടിഫുൾ പേഴ്സൺ ആയിരിക്കുന്ന ജീസസിനെ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഫാമിലിയാക്കി മാറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ജീസസ് എന്ന ഫാമിലിക്കകത്തുണ്ടെങ്കിൽ ലൈഫിൽ ഏത് ട്രബിൾസ് വന്നാൽ, വി ആർ നോട്ട് വോയിഡ് ഓഫ് ട്രബിൾസ്. ബൈബിളിൽ കർത്താവ് പറഞ്ഞു, ഇൻ ദിസ് വേൾഡ് യു വിൽ ഹാവ് ട്രബിൾസ് ബട്ട് ചിയർ അപ്പ്, ഐ ഹാവ് ഓവർകം ദ വേൾഡ്. കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഏത് പ്രതികൂലത്തെയും നമുക്ക് ജയിക്കാനൊക്കും. ഞാൻ കഴിഞ്ഞ 15 വർഷമായിട്ട് വിവാഹിതനാണ്. ഞാൻ വിവാഹം കഴിച്ചത് കേരളത്തിൽ ദൈവം ശക്തമായിട്ട് പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരുന്ന ദേവസ്യ മുല്ലക്കര എന്ന് പറയുന്ന ദൈവദാസിൻ്റെ ഇളയ മകളെ ഞാൻ വിവാഹം കഴിച്ചത്. ഞങ്ങളുടെ വിവാഹം വളരെ അനുഗ്രഹിക്കപ്പെട്ട വിവാഹമായിരുന്നു. ഞാനിതുപോലെ എബിനെ പോലെ അന്ന് ബാംഗ്ലൂരിൽ പാസ്റ്റർ പോൾ തങ്കയുടെ ചർച്ചിലാണ് പോയിക്കൊണ്ടിരുന്നത്. പാസ്റ്റർ പോൾ തങ്ക ആ വിവാഹത്തിന് വന്നു പ്രസംഗിച്ചു. ഡാഡിയുമായിട്ട് ഡോക്ടർ പോൾ ദിനകരൻ വളരെ അടുത്ത ബന്ധമുള്ളത് കൊണ്ട് ഡോക്ടർ പോൾ ദിനകരനായിരുന്നു മെയിൻ മെസ്സേജ്. എല്ലാം ബ്യൂട്ടിഫുൾ ആയിരുന്നു, അനുഗ്രഹിക്കപ്പെട്ടു. ദൈവം ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളെ തന്നു. പ്രത്യേകിച്ച് 3ാമത്തെ കുഞ്ഞ്, പെൺകുഞ്ഞ് ജനിക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷമായിരുന്നു. കാരണം അവർ ഇരട്ടക്കുട്ടികളായിരുന്നു, ട്വിൻസ്. ആൻഡ് ഇൻസിഡൻ്റ്ലി ടുഡേ ഇസ് ദെയർ ബർത്ത്ഡേ. ഇന്ന് അവരുടെ 9ാമത്തെ ബർത്ത്ഡേയാണ്. ബോയും ഗേളും ജനിച്ചു. എനിക്ക് വലിയ സന്തോഷമായി. വാ, ദൈവം എന്നെ അനുഗ്രഹിച്ചു, എന്നെ മാനിച്ചു എന്ന് പറഞ്ഞു. പക്ഷേ 5ാമത്തെ ദിവസം ഡിസ്ചാർജിന് മുൻപേ എറണാകുളത്ത് ഹോസ്പിറ്റലായിരുന്നു, ഒരു കാത്തലിക് ഡോക്ടറായിരുന്നു. ആ ഡോക്ടറിനെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ, വി സസ്പെക്ട് ദാറ്റ് യുവർ ഡോട്ടർ ഇസ് എ ഡെഫ് ഗേൾ. ഞങ്ങൾക്ക് സംശയമുണ്ട്, നിങ്ങളുടെ മകൾ ചെവി കേൾക്കാൻ പറ്റാത്ത ഒരു കുട്ടിയാണ്. ഒരു ദൈവദാസൻ എന്ന നിലയിൽ എൻ്റെ ഹൃദയത്തിൽ ഭയങ്കര വേദന വന്നു. ഞാൻ ഭാവിയെക്കുറിച്ച് ചിന്തിച്ചു. എൻ്റെ കുഞ്ഞിൻ്റെ ലൈഫ് എങ്ങനെയായിരിക്കും, എൻ്റെ മിനിസ്ട്രി എങ്ങനെയായിരിക്കും, എൻ്റെ ചർച്ച എങ്ങനെയായിരിക്കും, എൻ്റെ ടെസ്റ്റിമണി പോയില്ലയോ എന്നൊക്കെ ഒത്തിരി ചിന്തകൾ എൻ്റെ മനസ്സിൽ ഭാരപ്പെട്ടപ്പോൾ ആ കാത്തലിക് ഡോക്ടർ എന്നെ സ്നേഹിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ പ്രാർത്ഥിക്കുന്നൊരു വ്യക്തിയല്ലേ, പാസ്റ്റർ പ്രാർത്ഥിക്ക്, ദൈവം അത്ഭുതത്തെ പ്രവർത്തിക്കും. 1 മാസം ഞാൻ ഒരുപക്ഷെ അതുപോലെ കഠിനമായിട്ട് പ്രാർത്ഥിച്ച ദിവസങ്ങൾ വേറെയില്ല. അതുപോലെ ഞാൻ പ്രാർത്ഥിച്ചു, പക്ഷെ സൗഖ്യമായില്ല. 3 മാസം കഴിഞ്ഞു, 6 മാസം കഴിഞ്ഞു. എൻ്റെ കുഞ്ഞ് ചെവി കേൾക്കാത്ത കുഞ്ഞായിട്ട് ജനിച്ചു, വളർന്നു വന്നു. ഭയങ്കര സങ്കടം തോന്നി. ഒത്തിരി ക്വസ്റ്റ്യൻസ് മനസ്സിൽ വന്നു. നമ്മൾ പ്രസംഗിക്കുന്ന ദൈവം യഥാർത്ഥത്തിൽ ഉണ്ടോ? ഒത്തിരി ഡൗട്ട്സ്. when you pass through real pain, പ്രസംഗിക്കാൻ എളുപ്പമാണ്. ബട്ട് when you pass through the test, it is very tough. പക്ഷെ ആ സമയത്ത് ദൈവം, കർത്താവ് ഞങ്ങളുടെ കൂടെ ഉള്ളതുകൊണ്ട് we never argued, we never blamed one and said, നിന്റെ കുഴപ്പം കൊണ്ടാണ് ഈ കുഞ്ഞിങ്ങനെ, നിന്റെ പ്രാർത്ഥന ജീവിതത്തിൽ. No. In marriage life there is no blaming, because it is the beauty of the perfection of unity which displays the glory of God. ഞങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ ഞങ്ങളുടെ കുഞ്ഞിനെ കർത്താവ് സൗഖ്യമാക്കും. ഒരു ദിവസം ഞാൻ കരഞ്ഞു എന്തിനാണെന്നറിയാമോ? അവൾക്ക് ചെവി കേൾക്കാൻ പറ്റാത്തതിലല്ല സങ്കടം. ഞാൻ പ്രസംഗിക്കുന്ന ഒരു ദൈവദാസൻ, ഞാൻ അവളുടെ രക്ഷയെക്കുറിച്ച് ചിന്തിച്ചു, അവളുടെ നിത്യജീവനെ കുറിച്ച് ഞാൻ ചിന്തിച്ചു. കേൾക്കാതെ അങ്ങനെ എങ്ങനെ വിശ്വസിക്കും? വിശ്വസിച്ചില്ലെങ്കിൽ അവൾ എങ്ങനെ യേശുവിനെ അറിയും എന്നുള്ള ചോദ്യങ്ങളെല്ലാം വന്നു. പക്ഷെ ഒരു ദിവസം കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥനാ മുറിയിലേക്ക് ഇറങ്ങി വന്നിട്ട് ഓഡിബിളായിട്ട് ഞാനൊരു ശബ്ദം കേട്ടു, സൺ, ഇഫ് യു ബിലീവ് ഐ വിൽ മാനിഫെസ്റ്റ് മൈ ഗ്ലോറി ഇൻ യുവർ ഫാമിലി. നീ വിശ്വസിച്ചാൽ എൻ്റെ മഹത്വത്തെ നിന്റെ ജീവിതത്തിൽ ഞാൻ വെളിപ്പെടുത്തുമെന്ന് ദൈവം ഇറങ്ങി വന്ന് ഞങ്ങളോട് പറഞ്ഞു. എൻ്റെ ഭാര്യ അന്ന് ഇൻഫോസിസിൽ വർക്ക് ചെയ്യുവാണ്.
ഞാൻ അതിനു മുൻപേ ഒറക്കിൾ എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ വർക്ക് ചെയ്ത് നോർത്ത് ഇന്ത്യൻ മിനിസ്ട്രിക്ക് വേണ്ടിയിട്ട് ഫുൾ ടൈമിലേക്ക് വന്ന് ഫുൾ ടൈം മിനിസ്ട്രി ചെയ്യുന്ന സമയമാണ്. ഇപ്പോൾ ഗ്രീഷ്മയ്ക്ക് ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. ഞാൻ ഗ്രീഷ്മ എടുത്ത് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ കുഞ്ഞിനെ ഇൻഷുറൻസിൽ രജിസ്റ്റർ ചെയ്യേണ്ട, ചെയ്തു പോയാൽ നമ്മളെങ്ങനെ അറിയാതെ ട്രീറ്റ് ചെയ്ത് പോയാലോ. സോ വി ടുക്ക് എ ഡിസിഷൻ, വി വിൽ നോട്ട് ട്രീറ്റ്. എൻ്റെ ചർച്ചിൽ നല്ല സാലറി വാങ്ങിക്കുന്ന ചെറുപ്പക്കാരാണ് ബാംഗ്ലൂരിൽ വരുന്നത്, ഹൈ സാലറീസ് വാങ്ങിക്കുന്നവർ. അവരോർത്തു ഞാൻ ഫുൾ ടൈം മിനിസ്ട്രിയിലായതുകൊണ്ട് എൻ്റെ കയ്യിൽ പണമില്ല, പാസ്റ്ററിൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് ആശുപത്രി കൊണ്ടുപോകാത്തത്. അവർ പറഞ്ഞു, പാസ്റ്റർ എത്ര കോടികൾ ചെലവായാലും ആ ട്രീറ്റ്മെൻറ്റിൻ്റെ കോസ്റ്റ് ഞങ്ങൾ എടുക്കാം, കുഞ്ഞിനെ ട്രീറ്റ് ചെയ്യാം. ഞാൻ അവരോട് പറഞ്ഞു, മൂന്നാമതൊരാൾ ഞങ്ങളുടെ കുടുംബത്തിലുണ്ട്, മഹത്വത്തിൻ്റെ രാജാവ് ഞങ്ങളുടെ കുടുംബത്തിലുണ്ട്. നിങ്ങളുടെ പണത്തെക്കാൾ, നിങ്ങൾ ബാംഗ്ലൂരിൽ എൻ്റെ കുഞ്ഞിനെ കൊണ്ട് ആശുപത്രി ട്രീറ്റ് ചെയ്യുന്നതിനേക്കാളും ബ്യൂട്ടിഫുൾ ആണ് മഹത്വത്തിൻ്റെ രാജാവ് മഹത്വത്തെ വെളിപ്പെടുത്തിയാൽ. സോ ദേ ഡിഡ്ന്റ് ലൈക്ക് ഇറ്റ് ദ വേ ദാറ്റ് ഐ റെസ്പോണ്ടഡ്. ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. ജനുവരി മാസം 2016 ഡൽഹിയിൽ ഞാനൊരു കോൺഫറൻസിൽ പ്രസംഗിച്ച് തിരികെ വന്ന് ഞാൻ വീടിൻ്റെ വാതിൽ തുറന്നപ്പോഴത്തേക്ക് എൻ്റെ കുഞ്ഞ് അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്. സാധാരണ അവളെ പുറകിൽ നിന്നും വിളിച്ചാൽ അവൾ ഒട്ടും റെസ്പോണ്ട് ചെയ്തില്ല, കേൾക്കാൻ നോക്കുന്നില്ല. നമ്മൾ ഈ മുഖത്തോട് മുഖം നോക്കി സംസാരിച്ചാൽ ചിരിക്കും, വർത്തമാനമൊന്നും പറയാൻ അറിയത്തില്ല. പക്ഷെ അന്ന് ഞാൻ പുറകിൽ നിന്നും അവളുടെ പേര് വിളിച്ചു, പ്രിസ്ക മോളെ. ജീവിതത്തിൽ ആദ്യമായിട്ട് എൻ്റെ പെങ്കൊച്ച് എന്നെ ഇങ്ങനെ തിരിഞ്ഞു നോക്കി. കാരണം എൻ്റെ ജീവിതത്തിനകത്ത് മഹത്വത്തിൻ്റെ രാജാവായ യേശുവുണ്ട്. ജീവിതത്തിലെ ഏത് സാഹചര്യത്തിലും ഓർക്കേണ്ടത് ഇതാ, പാസ്റ്റർമാരായ ഞങ്ങൾ ഒരു ഏജ് കഴിയുമ്പോൾ നിങ്ങളുടെ കൂടെ കാണത്തില്ല, ഒരു സമയം കഴിയുമ്പോൾ കാണണം നിർബന്ധമില്ല, ജനറേഷൻസ് മാറുമ്പോൾ പേരൻസ് കാണണം നിർബന്ധമില്ല. പക്ഷെ ഒരിക്കലും പിരിയാത്ത മഹത്വത്തിൻ്റെ രാജാവ് ഇന്ന് നിങ്ങളുടെ കൂടെ നടക്കുവാൻ പോവുകയാണ്. ഇതിൻ്റെ അകത്ത് നിങ്ങൾ വിശ്വസിക്കണം, ദാറ്റ് ഫ്രം ദിസ് ഡേ ഓൺവേർഡ്സ് ഐ വിൽ ബ്ലെസ് യു. ഏദേൻ തോട്ടത്തിൽ വെച്ച് ദൈവം 2 പേരുകളാണ് ഹീബ്രുവിൽ മനുഷ്യന് കൊടുത്തത്. ആദാമിന് കൊടുത്ത പേരിൻ്റെ അർത്ഥമാണ് അബാദ് എന്ന പേര്. സ്ത്രീക്ക് കൊടുത്ത പേരാണ് എസേർ എന്ന പേര്. അബാദ് എന്ന പേരിൻ്റെ അർത്ഥം വർഷിപ്പർ, ദൈവത്തെ ആരാധിക്കുന്നവൻ. സ്ത്രീക്ക് കൊടുത്ത പേര് ദി എക്സാക്ട് ഇക്വേഷൻ വിത്ത് ദ ഹോളി സ്പിരിറ്റ് ഗോഡാണ്, ഹെൽപ്പർ, സഹായകൻ. സോ യു ഹാവ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ. സാധാരണ പെൺകുട്ടികൾ വിവാഹം കഴിഞ്ഞ് വരുമ്പോൾ അവരോർക്കും ഭർത്താവിനെ എല്ലാം നോക്കിക്കൊള്ളും. യഥാർത്ഥത്തിൽ ദൈവ മഹത്വത്തിൻ്റെ അകത്ത് സൃഷ്ടിച്ച് ഭാര്യയെ ഭർത്താവിന് കൊടുക്കുന്നത് ഭർത്താവിന് ഒറ്റയ്ക്കെല്ലാം ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ്. സോ യു ആർ പ്ലേയിങ് എ റോൾ ഓഫ് സസ്റ്റൈനിങ് ദ വർഷിപ്പ് ഓഫ് യുവർ ഹസ്ബൻഡ്. ദാറ്റ് ഈസ് ദ പർപ്പസ് ഓഫ് ദ ക്രിയേഷൻ. അല്ലാതെ നാളെ ട്രിവാൻഡ്രത്തൊരു ബിസിനസ് തുടങ്ങാനോ ട്രിവാൻഡ്രത്തൊരു കമ്പനി തുടങ്ങാനോ അല്ല നമ്മുടെ പർപ്പസ്. നമ്മുടെ പർപ്പസ് ദൈവത്തെ ആരാധിക്കാനാണ്. വർഷിപ്പ് ഇസ് നോട്ട് ജസ്റ്റ് സിംഗിങ്, പാടുകയല്ല. ദൈവരാജ്യത്തിൻ്റെ പ്ലാൻസിനെ നിങ്ങളെക്കുറിച്ചുള്ളതിനെ ഈ ഭൂമിയിൽ നിറവേറ്റുവാനാണ് ദൈവം നിങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരുന്നത്. ഒത്തിരി പേര് ചോദിക്കും, പാസ്റ്ററെ ഈ വിവാഹം ദൈവാലോചനയാണോ? ഞങ്ങളേക്ക് ഇങ്ങനെ വിളിച്ചു വയ്ക്കും, ഒന്ന് പ്രവചിക്കാമോ, ഒന്ന് പറയാമോ? ഞാൻ അവരോട് പറയുന്നു, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രാർത്ഥന ഒന്ന് വായിച്ചു നോക്കണം. Our Father in heaven, hallowed be your name. Thy kingdom come, thy will be done. Every decision in your family should always be checked whether the kingdom of God is being revealed through that decision. For example, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളൊരു ദോഷകരമായൊരു പ്രവചനമാണ്, കർത്താവ് നിങ്ങൾ മഞ്ഞ് പെയ്യുന്ന ദേശത്തേക്ക് അയക്കും എന്നുള്ളത്. മഞ്ഞ് ഇന്ത്യയിലുണ്ടെന്നുള്ളത് നിങ്ങൾ എൻ്റെ കൂടെ വന്നാൽ വെളിരാജ്യത്തിലുള്ള മഞ്ഞിനേക്കാളും നല്ല മഞ്ഞ് ഇന്ത്യയിലുണ്ട്. ഭൂട്ടാനിലാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട, ഫുൾ മഞ്ഞ് തന്നെയാണ്. പക്ഷെ നമ്മുടെ പ്രവചനം അനുസരിച്ച് മഞ്ഞെന്ന് കേൾക്കുമ്പോൾ തന്നെ അങ്ങ് പുറത്തു പോവുക. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ the elevation or the extension of kingdom of God ആ ഡിസിഷനിലുണ്ടോ നമ്മൾ എപ്പോഴും ഓർക്കണം. 2, ദൈവത്തിൻ്റെ ഇഷ്ടമാണോ എന്നുള്ളത്. ഈ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റിയാൽ ഞാൻ പറയട്ടെ, നിങ്ങളുടെ ലൈഫിൻ്റെ അകത്ത് മഹത്വം വെളിപ്പെട്ടുകൊണ്ടിരിക്കും. ഞാൻ ചെറുപ്പത്തിൽ മുതൽ ഇംഗ്ലീഷിലാണ് ശുശ്രൂഷിക്കുന്നത്, ഇപ്പോഴാണ് ഇച്ചിരിയെങ്കിലും മലയാളത്തിൽ പറയുന്നത്. അപ്പോൾ എൻ്റെ ഇംഗ്ലീഷ് ശുശ്രൂഷ കേൾക്കുമ്പോൾ ഒരു പ്രായമുള്ള, can I take a നെഗറ്റീവ് എക്സാമ്പിൾ? ഇതൊരു വലിയ പ്രായമുള്ള ദൈവദാസൻ, പ്രവാചകനാണ്. എൻ്റെ ഇംഗ്ലീഷ് കേൾക്കുമ്പോൾ തന്നെ ഇദ്ദേഹം എന്ന് പറയും, മോനെ നീ ഇവിടെ ഒന്നും നിൽക്കാനുള്ളതല്ല, നിന്നെ കർത്താവ് അമേരിക്കയിൽ അയക്കും, നിനക്ക് അമേരിക്കയിൽ ഒരു മെഗാ ചർച്ച് ഉണ്ടാകും. അങ്ങനെ ഞാൻ എല്ലാ രാജ്യങ്ങളെക്കുറിച്ചും പ്രവചനങ്ങൾ കേട്ടു. പക്ഷെ കർത്താവിനോട് പറഞ്ഞു, ഇന്ത്യയുടെ ഉണർവിനായിട്ട് നീ നിൽക്കണം, നീ ഇന്ത്യ വിട്ട് പോകരുത്, ഇന്ത്യയെ നേടണം, ഇന്ത്യയുടെ ഉണർവിനായിട്ട് എനിക്ക് നിന്നെ പ്രയോജനപ്പെടുത്തണം. ഞാനൊരു അമേരിക്കൻ കമ്പനിയിൽ വർക്ക് ചെയ്തു. കമ്പനിക്കാർ അമേരിക്കയിലേക്ക് വിളിച്ചു. ആ സമയത്ത് ഞാൻ ഫുൾ ടൈം മിനിസ്ട്രിയിലേക്ക് വരുന്നു. ഫുൾ ടൈമിലേക്ക് വന്ന ആ ദിവസം, ഞാൻ റെസിഗ്നേഷൻ കൊടുക്കുന്ന ആ ദിവസം എൻ്റെ ഭാര്യയ്ക്ക് H1B വിസയുടെ സെലക്ഷൻ വന്നു. ഇൻഫോസിസ് അയക്കാൻ തുടങ്ങുന്നു. എന്തൊക്കെ പരീക്ഷകളായിരുന്നു അന്ന്.
അപ്പോൾ എല്ലാവരും പറഞ്ഞു മണ്ടത്തരമാ, പോകണം. അമേരിക്കയിൽ പോയി നിങ്ങൾക്ക് 2 പേർക്ക് 8 ലക്ഷം 8 ലക്ഷം 16 ലക്ഷം കിട്ടും. അത് മനോമോഹൻ ബ്രദറിന് അയച്ചു കൊടുത്താൽ മതി. ആ പൈസ വെച്ച് ഡാഡി സുവിശേഷ വേല ചെയ്യും. നോ, നമ്മുടെ ഒരു തലമുറ കർത്താവിന് വേണ്ടി എരിഞ്ഞു കഴിഞ്ഞു. ദിസ് ഇസ് എ ടൈം ഫോർ യു ടു ബി എ ഫ്ലെയിമിംഗ് ഫയർ ഇൻ ദ കിങ്ഡം ഓഫ് ഗാഡ്. ദൈവം നിങ്ങളെ ആക്കിയിരിക്കുന്നത് ദൈവരാജ്യത്തിനും ദൈവത്തിൻ്റെ മഹത്വത്തെയും വെളിപ്പെടുത്താനാണെന്ന് നിങ്ങൾ എപ്പോഴും വിശ്വസിക്കണം. എല്ലാ തീരുമാനങ്ങളും ആ തീരുമാനങ്ങളിലായി ഒരു നല്ല എസേറായിരിക്കുവാൻ, ഒരു നല്ല അബാദാകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ.